തിരുവരങ്ങിന്റെ മൂന്നാം ദിനമാണ് ഇന്ന് വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൂർ തന്നെയാണ് മുന്നിൽ, തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരും കോഴിക്കോടും എല്ലാം തന്നെയുണ്ട്. മറ്റു ജില്ലകളും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോരോ കലാപ്രകടനങ്ങളും പങ്കുവെക്കുന്നത്. നാളത്തെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഇനങ്ങളിലാണ് ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. അതായത് കണ്ണൂര്, നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂര് ഇത്തവണയും കപ്പ് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയുള്ളത് പോലെയാണ് കണ്ണൂര് കുതിക്കുന്നത്. ഏകദേശം 698 പോയിന്റാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കണ്ണൂരിന് ഉള്ളത്. കണ്ണൂര് ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു. നേരത്തെ 1 പോയിന്റിന്റെ വ്യത്യാസമാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂരുമായി, അല്ലെങ്കിൽ പിന്നീട് ഇടയിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്ന കോഴിക്കോടുമായി ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 5 പോയിന്റിന്റെ വ്യത്യാസം കണ്ണൂരിന് തൊട്ട് പിറകിലുള്ള ടീമുകളുമായി വന്നിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് 2 ടീമുകൾ തുടരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരും കോഴിക്കോടും രണ്ടാം സ്ഥാനത്ത് 693 പോയിന്റുമായി തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആരായിരിക്കും ജേതാക്കൾ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് നിർണ്ണയിക്കുക അസാധ്യമാണ്. കാരണം ഇനിയും ഒരുപാട് മത്സരങ്ങൾ നടക്കാനുണ്ട്. ആ മത്സരങ്ങൾ, പ്രത്യേകിച്ച് നാളെയുള്ള മത്സരങ്ങൾ എന്ന് പറയുന്നത് നൃത്ത ഇനങ്ങളുണ്ട്, അതിലുപരി കോൽക്കളിയുണ്ട്, നാടകമുണ്ട്, ചവിട്ട് നാടകമുണ്ട്, ഒപ്പം തന്നെ മിമിക്രി ഉണ്ട്, വൃന്ദവാദ്യമുണ്ട്, പരിചമുട്ടുകളിയുണ്ട്, വട്ടപ്പാട്ടുണ്ട്, മോണോ ആക്ട് ഉണ്ട്, അങ്ങനെ കഥാപ്രസംഗമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ 25 വേദികളിലായി തിരുവനന്തപുരത്തിന്റെ തിരുവരങ്ങിൽ അരങ്ങേറുന്നു എന്നുള്ളത് തന്നെയാണ്. ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. നാളെ വീണ്ടും നമുക്ക് തീർച്ചയായും ഒരു അതിഥി കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്താ പേരെന്താ? പട്ടം സനിത്ത്. ഗായകനാണ്, അറിയാം, പിന്നണി ഗായകനാണ്. പട്ടം സനിത്ത് നമുക്കറിയാം. അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗായകനാണ്. അതുകൊണ്ടാണ് ഗായകനാണ് എന്ന് തന്നെ പറഞ്ഞത്. എന്തുണ്ട്, മത്സരങ്ങൾ കണ്ടോ? മത്സരങ്ങൾ കണ്ടു. ഞാൻ ഒരു പ്രമുഖ ബാങ്കിലെ മാനേജരാണ്. ഇപ്പോഴേ ഇറങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഇന്നലെ ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 2 വരി നമുക്ക് വേണ്ടി. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ